നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. സംസ്ഥാനത്ത് ഓണക്കാലത്ത് അഡ്വാൻസ് ആയിട്ട് നമുക്ക് ലഭിക്കേണ്ട പെൻഷൻ വിഹിതം ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ഇതിനോടകം തന്നെ സർക്കാർ ട്രാൻസ്ഫർ ചെയ്തു. 19-ാം തീയതി മുതൽ വിതരണം നടന്നു. ഇനി ഈ ഒരു ഓഗസ്റ്റ് മാസത്തെ ആനുകൂല്യവും സെപ്റ്റംബർ മാസത്തെ ആനുകൂല്യവും ഒരു തടസ്സവും കൂടാതെ ലഭിക്കും. പക്ഷേ തുടർന്ന് നമ്മൾ പൂർത്തിയാക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ആധാർ, അതോടൊപ്പം തന്നെ ആധാറുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നുള്ള നമ്മളുടെ ഈ മസ്റ്ററിങ്, ബയോമെട്രിക് മസ്റ്ററിങ്, അതിന് ചെയ്യാനുള്ളവർ എത്രയും വേഗം അത് പൂർത്തിയാക്കുക. മസ്റ്ററിങ് പൂർത്തിയാക്കുമ്പോൾ ലഭിക്കുന്ന സ്ലിപ്പ് ഒരു കൺഫർമേഷൻ സ്ലിപ്പാണിത്. അത് നമ്മൾ പഞ്ചായത്തിൽ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളുടെ കൈവശം സൂക്ഷിക്കാനുള്ളൊരു രേഖ മാത്രമാണിത്. അത് സൂക്ഷിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. നിലവിൽ മസ്റ്ററിങ് പൂർത്തിയായി കഴിഞ്ഞാൽ സേവനയുടെ സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ അത് അപ്ഡേഷൻ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നതുമായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ പഴയ പെൻഷൻ ഗുണഭോക്താക്കളിൽ ചിലർ മൊബൈൽ നമ്പറുകൾ നൽകിയിട്ടില്ല, അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലാത്ത മൊബൈൽ നമ്പറുകൾ, അത് ചേഞ്ച് ചെയ്ത് ആക്റ്റീവായിട്ടുള്ള വിളിച്ചാൽ കിട്ടുന്ന മൊബൈൽ നമ്പറുകൾ കൊടുക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പെൻഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയിപ്പുകൾ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ പെൻഷൻ ഗുണഭോക്താവിനെ വിളിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കണമെങ്കിലും അത്തരം കാര്യങ്ങൾക്കെല്ലാം തന്നെ അപ്ഡേഷൻ ചെയ്തിരിക്കണം. മൊബൈൽ നമ്പർ തീർച്ചയായിട്ടും അപ്ഡേഷൻ ചെയ്തിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്ത് നിലവിൽ പെര മെയിൻ്റനൻസിന് വേണ്ടി സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക്, അതും ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിധവകളായിട്ടുള്ളവർ, നിയമപരമായിട്ട് വിവാഹബന്ധം ഏർപ്പെടുത്തിയവർ, അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് മെയിൻ്റനൻസിന് വേണ്ടി 50,000 രൂപ സഹായം ലഭിക്കുന്നത്. ആ സഹായം നൽകുന്ന പദ്ധതിയിലേക്ക്, ഇമ്പിച്ചി ഭവന പുനരുദ്ധാരണ സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമാണ്. നിലവിൽ BPL റേഷൻ കാർഡൊക്കെ ഉള്ളവർക്കാണ് മുൻഗണന നൽകുന്നത്. എന്നാലും APL റേഷൻ കാർഡിലുള്ളവർക്ക് അർഹതയുണ്ട് എങ്കിൽ, BPL സർട്ടിഫിക്കറ്റൊക്കെ നമുക്ക് ലഭ്യമാണെങ്കിൽ അതൊക്കെ വെച്ച് നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും. എല്ലാ ജില്ലകളിലും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് ഈ ഒരു പദ്ധതി കൈകാര്യം ചെയ്യുന്നത്. എല്ലാ വർഷവും അപേക്ഷകൾ വിളിക്കുകയും അർഹതയുള്ളവർക്ക് പെര മെയിൻ്റനൻസിന് വേണ്ടി സാമ്പത്തിക ധനസഹായം അനുവദിക്കുകയും ചെയ്യാറുണ്ട്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഗ്യാസ് സിലിണ്ടർ ഉള്ളവരെല്ലാം തന്നെ ശ്രദ്ധിക്കുക. ഇലക്ട്രോണിക് KYC, അതായത് നമ്മളുടെ മസ്റ്ററിങ് എന്ന് പറയുന്ന ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ചെയ്യുന്നതിന് വേണ്ടി സമയപരിധി നീട്ടിയിരിക്കുകയാണ്. 23-ാം തീയതി വരെ നമുക്ക് ചെയ്യാനുള്ള സമയപരിധിയാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അത് ഈ KYC ചെയ്യാത്തവരുടെ മൊബൈലിലേക്ക് ഇതിനോടകം തന്നെ മെസ്സേജുകൾ എത്തിയിട്ടുണ്ടാകും. അപ്പോൾ മുൻപിത് ചെയ്തവർ ചെയ്യേണ്ട ആവശ്യമില്ല. നാളിതുവരെ ഇത് പൂർത്തിയാക്കാത്തവരാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ KYC ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് റീഫില്ല് തടസ്സമില്ലാതെ ലഭിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ഗ്യാസ് സിലിണ്ടർ റീഫില്ല് ചെയ്യുന്നതിന് വേറൊരു നിരക്ക് നൽകേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഒരു പക്ഷേ റീഫില്ല് തടസ്സപ്പെടുന്ന സംവിധാനമായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ KYC ഇന്ത്യൻ HP ഭാരത് ഗ്യാസ് സിലിണ്ടർ ഉപയോക്താക്കൾക്കെല്ലാം തന്നെ ബാധകമാണ് എന്നൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. 2024 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമമാണിത്. ആ സമയം തൊട്ട് ഇത് പൂർത്തിയാക്കാനുള്ള അവസരമുണ്ടായിരുന്നു. നാളിതുവരെ അതിനുള്ള അവസരമുണ്ടായിരുന്നു. ഇനിയും ഇത് ചെയ്യാൻ സാധിക്കാതെ പോയവർക്കാണ് 23-ാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുള്ളത്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, VBG റാംജി സ്കീമിലെ അംഗങ്ങളായവർ, അതായത് പഴയ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾ, അതോടൊപ്പം തന്നെ നഗര തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. ഈ ഒരു പദ്ധതിയിൽ 2025-26 സാമ്പത്തിക വർഷത്തിൽ, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 100 ദിനങ്ങൾ പൂർത്തീകരിച്ചവർക്ക് 1,200 രൂപയുടെ സഹായധനം സർക്കാർ കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിതരണമെല്ലാം തന്നെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.